ഭൂമിയിലല്ലാതെ ജീവൻ എവിടെയുണ്ട് എന്ന അന്വേഷണത്തിലായിരുന്നു നമ്മുടെ ശാസ്ത്രലോകം. ആ അന്വേഷണത്തിന് ഒടുവിൽ നമ്മൾ അതിവിദൂരതയിലുള്ള K2-18b എന്ന ഗ്രഹം വാസയോഗ്യമാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് പരിശോധിച്ചാലോ, എന്താണ് K2-18b, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ള കാര്യം വളരെ പെട്ടെന്ന് പരിശോധിക്കാം. ഈ ആദ്യം തന്നെ പോവുകയാണെങ്കിൽ 100% കൃത്യമായ ഈ ജീവന്റെ ലക്ഷണങ്ങളെ നമ്മൾ ബയോമാർക്കുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബയോമാർക്കുകൾ ഒന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. ജീവൻ ഉണ്ടാകാമെന്നത് നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയുള്ള ഒരു നിഗമനം മാത്രവുമാണ്. അപ്പോൾ നേരെ പോവുക K2-18bയിലേക്ക്. ഈ K2-18b എന്ന് പറയുന്നത് ഒരു എക്സോ പ്ലാനറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് എക്സോ പ്ലാനറ്റ് എന്ന്? എക്സോ പ്ലാനറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സൗരയൂഥത്തിന് പുറത്തുള്ള ഈ ഗ്രഹങ്ങളെയാണ് നമ്മൾ ഈ എക്സോ പ്ലാനറ്റുകൾ എന്ന് പറയുന്നത്. ഇനി ഭൂമിയിൽ നിന്ന് 124 പ്രകാശവർഷം അകലെയാണ് ഈ പ്ലാനറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ 1173 ലക്ഷം കിലോമീറ്ററിന് തുല്യമായ ദൂരം. ഭൂമിയേക്കാൾ 5 മടങ്ങ് വലിപ്പം ഇതിന് കൂടുതലാണ്. 5 മടങ്ങ്, നമ്മുടെ ഭൂമിയേക്കാൾ 5 മടങ്ങ് വലിപ്പം ഇതിന് കൂടുതലാണ്. ഇനി ഭൂമിയേക്കാൾ 9 മടങ്ങ് അധിക ഭാരവുമുണ്ട് ഈ K2-18bക്ക്. ഈ ഗ്രഹത്തിൽ നിന്ന് ലഭിച്ച സൂചനകൾ അനുസരിച്ച് ഹൈഡ്രജൻ നിറഞ്ഞ അന്തരീക്ഷമാണ് നിലവിലുള്ളത്. അതുകൊണ്ടാണ് ജീവൻ ഉണ്ടാകാം എന്നൊരു സാധ്യത ബലപ്പെടുത്തുന്നത്. ഇത് മാത്രമല്ല ഈ ഭൂമിക്ക് സൂര്യനിൽ നിന്നും വികിരണങ്ങൾ ലഭിക്കുന്ന അതേ രീതിയിലാണ് ഈ ഗ്രഹത്തിനും അതിൻ്റെ നക്ഷത്രങ്ങളിൽ നിന്നും വികിരണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ പുതിയ പഠനമൊക്കെ അനുസരിച്ച് ഒരു ഗ്രഹം ഒരു ഹൈസീനാണ്. അപ്പോൾ എന്താണ് ഹൈസീൻ, അല്ലെ? ഹൈസീൻ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ അത് പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ടതും അതിന് മുകളിൽ ഹൈഡ്രജൻ ആവരണം ഉള്ളതുമായ ഒരു അന്തരീക്ഷം. അതിനെയാണ് നമ്മളിങ്ങനെ ഈ ഹൈസീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ പുതിയ പഠനങ്ങൾ, അതായത് 2 മൂലകങ്ങളുടെ സാന്നിധ്യമാണ് സംശയിക്കുന്നത്. അത് ഒന്നുകിൽ ഡൈമീഥൈൻ സൾഫൈഡ്, അതല്ലെങ്കിൽ ഡൈമീഥൈൻ ഡി സൾഫൈഡ് എന്നിവയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഈ ഡൈമീഥൈൻ സൾഫൈഡ് ആണ് എങ്കിൽ അതുതന്നെ ജീവന്റെ ഒരു കയ്യൊപ്പാണ് അഥവാ ബയോമാർക്കാണ്. ഭൂമിയിൽ ഡിമീഥൈൻ സൾഫൈഡ് ഉണ്ടാകുന്നത് ഏറെയും സമുദ്രത്തിലാണ്. ബാക്ടീരിയൽ സസ്യഘടനകളെ വിഘടിപ്പിക്കുമ്പോഴാണ് ഈ മൂലകം ഉണ്ടാകുന്നത്. 2015 കെപ്ലർ ടെലിസ്കോപ്പാണ് ഗ്രഹത്തെ കണ്ടെത്തിയത്. 2019 ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് അന്തരീക്ഷത്തിൽ ജലാംശത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ട് എന്ന സൂചന നൽകുകയും ചെയ്തു. ഇപ്പോൾ ജെയിംസ് വെബ് ടെലിസ്കോപ്പാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അതുപോലെ മീഥൈൻ്റെയും ഒക്കെ ലക്ഷണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നോക്കൂ, അതിവിദൂര ലോകത്ത് സമാനമായ സാഹചര്യങ്ങളിൽ ഒരു ഗ്രഹം ഉണ്ടാകുമെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ഇപ്പോൾ അറിയാൻ ഒരു സംവിധാനവുമില്ല. ഈ പരാമർശം അല്ലെങ്കിൽ ഈ ഒരു പരമാർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് നമ്മളൊക്കെ ഈ ലോകത്ത് എത്ര ശിശുക്കളാണെന്ന് മനസ്സിലാകുന്നതല്ലേ. ഇപ്പോൾ ഗ്രഹത്തെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ നൽകിയ ജെയിംസ് വെബ് ടെലിസ്കോപ്പിന് പോലും വലിയ പരിമിതികളുണ്ട്. മനുഷ്യനെ അറിയാവുന്ന മൂലകങ്ങളുടെ സാന്നിധ്യം കണ്ടെത്താൻ മാത്രമേ ഈ ടെലിസ്കോപ്പുകൾക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ K2-18bയെ കുറിച്ച് നമ്മളൊന്ന് വളരെ ക്വിക്കായിട്ട് പരിശോധിക്കുമ്പോൾ ഇതൊക്കെയാണ് മനസ്സിലാകുന്ന കാര്യങ്ങൾ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇതൊരു അറിവായി എന്ന്, ഒരു ഇൻഫർമേഷനായി എന്ന് മനസ്സിലാക്കുകയാണ്, വിശ്വസിക്കുകയാണ്.